വെൽക്കം ബാക്ക് ടു ഇൻസ്റ്റന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ബെനാസ് ഖാലിദ്. അപ്പൊ ഇന്ന് നമ്മൾ HSCയുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആണ് കവർ ചെയ്യുന്നത്. അപ്പൊ HSC സിലബസിൽ നമ്മൾ ദഹന വ്യവസ്ഥ അല്ലെങ്കിൽ ഡൈജസ്റ്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പൊ അതിൽ ദഹന വ്യവസ്ഥ എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിരിക്കണം, ദഹന വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം അല്ലെ, അതിന്റെ വിവിധ സ്റ്റെപ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അതാണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സിലായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ബാക്കി പോർഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതിൽ ഇനി ബാക്കി എന്തൊക്കെയാണ് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടതെന്ന് കൂടെ നമ്മൾ ഇനി ക്ലാസ് ഡിസ്കസ് ചെയ്യും. അപ്പൊ ക്ലാസ് മാക്സിമം പ്രയോജനപ്പെടുത്തുക. ക്ലാസ്സിലേക്കാണ്. അപ്പൊ ദഹന വ്യവസ്ഥയിൽ ഇനി നമ്മൾ അടങ്ങിയിരിക്കേണ്ട അടുത്തൊരു ഘടകം അല്ലെങ്കിൽ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്, എങ്ങനെയാണ് ഈ വിവിധ ആഹാര പദാർത്ഥങ്ങൾ നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നത് അല്ലെ. അപ്പൊ ദഹനം ഓരോ കാർബോഹൈഡ്രേറ്റ് ആകട്ടെ, പ്രോട്ടീൻ ആകട്ടെ, കൊഴുപ്പാകട്ടെ, ഇത് എങ്ങനെയാണ് നമ്മൾ ശരീരത്തിൽ അല്ലെങ്കിൽ ആ ശരീരത്തിൽ എങ്ങനെയാണ് ദഹനം, ഇതിന്റെ ഓരോന്നിന്റെ ദഹനം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റിന്റെ ദഹനമാണ്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ദഹനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം ഈ കാർബോഹൈഡ്രേറ്റിന്റെ ദഹനം ആരംഭിക്കുന്ന എവിടെയെന്ന് വെച്ചാൽ വായിൽ നിന്നാണ് കാർബോഹൈഡ്രേറ്റ് ദഹനം ആരംഭിക്കുന്നത്. അതായത് അന്നജം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണല്ലോ. ഈ കാർബോഹൈഡ്രേറ്റ് ഉമിനീരിലെ ടൈലിൻ അല്ലെങ്കിൽ സലൈവറി എൻസൈമിന്റെ സലൈവറി അമിലേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെ, അല്ലെങ്കിൽ ടൈലിൻ അല്ലെങ്കിൽ സലൈവറി അമിലേസ് എന്ന് പറയുന്ന എൻസൈമിന്റെ സഹായത്തോടെ, അതായത് എൻസൈം എവിടെയാണ് കാണപ്പെടുന്നത്, ഉമിനീരിലാണ് അല്ലെ. അപ്പൊ വായിൽ വെച്ചാണ് അന്നജൻ കാർബോഹൈഡ്രേറ്റ് ദഹനം നടക്കുന്നത്. അവിടെ ഉമിനീരിലുള്ള ടൈലിൻ അല്ലെങ്കിൽ സലൈവറി അമിലേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി ഈ അന്നജം അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ് എന്തായിട്ട് മാറുന്നു, മാൾട്ടോസ് ആക്കി മാറുകയാണ് ചെയ്യുന്നത്. പിന്നീട് നടക്കുന്ന ദഹന പ്രക്രിയ, അതായത് ഓരോ പഞ്ചസാര തന്മാത്രകളും എന്തൊക്കെയായിട്ടാണ് മാറുന്നത് നമുക്ക് നോക്കാം. നമ്മൾ മനസ്സിലാക്കിയ പല കാര്യങ്ങളും നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ഒന്ന് സൂക്രോസ് എന്ന് പറയുന്നത്, സൂക്രോസ് എന്ന് പറയുന്നത് എന്തിനാണ്, കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലെ. അപ്പൊ അത് സൂക്രോസ് എൻസൈമിന്റെ സഹായത്തോടു കൂടി ഗ്ലൂക്കോസും ഫ്രക്ടോസും ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ സൂക്രോസ് എന്ന് പറയുന്നത് എന്താണ്, അത് കാർബോഹൈഡ്രേറ്റിന്റെ ഒരു വകഭേദമാണ്. സൂക്രോസ് എന്തായിരുന്നു, സൂക്രോസ് എൻസൈമിന്റെ സഹായത്തോടുകൂടി ഗ്ലൂക്കോസും ഫ്രക്ടോസും മാറുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ മാൾട്ടോസ് എന്ന് പറയുന്നത് എന്താണ്, മാൾട്ടേസ് എൻസൈമിന്റെ സഹായത്തോടെ രണ്ട് ഗ്ലൂക്കോസായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഐസോമാൾട്ടോസ് അല്ലെ, എന്താണ് ഐസോമാൾട്ടോസ് എന്ന് പറയുന്നത് ഐസോമാൾട്ടേസ് എൻസൈമിന്റെ സഹായത്തോടെ രണ്ട് ഗ്ലൂക്കോസായി മാറുകയാണ് ചെയ്യുന്നത്. ഇനി ലാക്ടോസ് എന്ന് പറയുന്നത് ലാക്ടേസ് എൻസൈമിന്റെ സഹായത്തോടുകൂടി ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ കാർബോഹൈഡ്രേറ്റ് ദഹനമാണ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ദഹനത്തിൽ ആദ്യം മനസ്സിലാക്കുന്ന മനുഷ്യ ദഹനം, കാർബോഹൈഡ്രേറ്റ് ദഹനം ആരംഭിക്കുന്നത് വായിൽ നിന്നാണ്. അപ്പൊ വായിൽ വെച്ചൊരു കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ അന്നജം ഉമിനീരിലുള്ള സലൈവറി അമിലേസ് അല്ലെങ്കിൽ ടൈലിൻ എന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി എന്തായിട്ട് മാറുന്നു, മാൾട്ടോസ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ വിവിധ കാർബോഹൈഡ്രേറ്റുകൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് എങ്ങനെയൊക്കെയാണ് ലഘു ഘടകങ്ങളായിട്ട് മാറുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. പല എൻസൈമുകളുടെ സഹായത്തോടു കൂടി കാർബോഹൈഡ്രേറ്റ് വിവിധ വകഭേദങ്ങളായ സൂക്രോസ്, മാൾട്ടോസ്, ഐസോമാൾട്ടോസ്, ലാക്ടോസ് ഒക്കെ എങ്ങനെയാണ് അവന്റെ ദഹനം സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയത്. ഒന്ന് നമ്മൾ പറഞ്ഞ സൂക്രോസ് എന്ന് പറയുന്നത് സൂക്രേസ് എൻസൈമിന്റെ സഹായത്തോടെ അല്ലെ, സൂക്രേസ് എൻസൈമിന്റെ സഹായത്തോടുകൂടി എന്തായിട്ട് മാറുന്നു, ഒരു ഗ്ലൂക്കോസും ഒരു ഫ്രക്ടോസുമായിട്ട് മാറുന്നു. ഇനി മാൾട്ടോസ് മാൾട്ടേസ് എൻസൈമിന്റെ സഹായത്തോടെ രണ്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. ഇനി ഐസോമാൾട്ടേസ് എൻസൈമിന്റെ സഹായത്തോടെ രണ്ട് ഗ്ലൂക്കോസ് ആയിട്ട് മാറുന്നു. അതുപോലെ തന്നെ ലാക്ടേസ് എൻസൈമിന്റെ സഹായത്തോടെ ഗ്ലൂക്കോസും ഗാലക്ടോസുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം സങ്കീർണ ഘടനയുള്ള കാർബോഹൈഡ്രേറ്റുകളെ പടിപടിയെ ലഘു ഘടകങ്ങളിലെ പഞ്ചസാരയാക്കി മാറ്റുന്ന കാർബോഹൈഡ്രേറ്റ് ദഹനം സംഭവിക്കുന്നത്. ഇനി ദഹിച്ചുണ്ടായ ലഘു പദാർത്ഥങ്ങൾ ചെറുകുടലിലെ രക്തത്തിലേക്ക് അവശോഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തിലാണ് പടിപടിയായിട്ട് ഈ കാർബോഹൈഡ്രേറ്റുകൾ ലഘു ഘടകങ്ങളായ പഞ്ചസാര തന്മാത്രകളാക്കി മാറുന്നത്. അപ്പൊ ഇത് പിന്നീട് എന്ത് ചെയ്യുന്നു, ചെറുകുടലിൽ വെച്ച് രക്തത്തിലേക്ക് അവശോഷണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് കൂടെ മനസ്സിലാക്കി. അപ്പൊ അത്രയാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഡൈജഷനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. ഇത്രയും ക്ലിയർ ആയി വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തത് പ്രോട്ടീൻ ദഹനം അല്ലെങ്കിൽ പ്രോട്ടീന്റെ ഡൈജഷൻ എന്ന് നോക്കാം. അപ്പൊ പ്രോട്ടീൻ ഡൈജഷൻ, ഈ മാംസത്തിന്റെ ദഹനം എങ്ങനെ സംഭവിക്കുന്നത്, മനുഷ്യരില് പ്രോട്ടീൻ ഡൈജഷൻ മാംസ ദഹനം ആരംഭിക്കുന്ന ആമാശയത്തിൽ വെച്ചാണ്. ആമാശയത്തിൽ വെച്ച് ആണ് മനുഷ്യർ പ്രോട്ടീൻ ദഹനം നടക്കുന്നത്. ഇനി മനുഷ്യരെ പ്രോട്ടീൻ ദഹനം ആരംഭിക്കുന്ന ആമാശയത്തെ സഹായിക്കുന്ന ആമാശയത്തിലെ രസങ്ങൾ അല്ലെ, ആമാശയ രസങ്ങൾ എന്ത് ചെയ്യുന്നു, പ്രോട്ടീൻ പെപ്സിൻ ആമാശയത്തിലെ രസങ്ങള് പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ പെപ്സിൻ എന്ത് ചെയ്യുന്നു, ആമാശയ രസമായ പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ദഹനം അല്ലെങ്കിൽ എന്തിന്റെ ദഹനമാണ് മനസ്സിലാക്കുന്നത്, മാംസത്തിന് പ്രോട്ടീൻ ദഹനം ആരംഭിക്കുന്ന ആമാശയത്തിലാണ്. ഇനി ആമാശയ ദഹനരസമായ പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോണുകളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത്, ഇനി ആമാശയഗ്രന്ഥിയിൽ പെപ്സിൻ പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റുന്ന പെപ്സിൻ ആയിട്ടല്ല ഇവിടെ ഇരിക്കുന്നത്. പെപ്സിൻ ഇരിക്കുന്നത് എങ്ങനെയാണ്, ഇനാക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമല്ലാത്ത പെപ്സിനോജനായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ HCl സഹായത്തോടു കൂടിയാണ് ഇനാക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനക്ഷമമല്ലാതിരിക്കുന്ന പെപ്സിനോജൻ
എന്തായിട്ട് മാറുന്നു? സക്രിയ പെപ്സിൻ ആയിട്ട് മാറും. അപ്പൊ സക്രിയ പെപ്സിൻ ആയിട്ട് മാറിയതിനു ശേഷം മാത്രമേ അതിന് പ്രോട്ടീന് പെപ്റ്റോണിലാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് ദഹനം, മാംസദഹനം ആരംഭിക്കുന്നത്, പ്രോട്ടീൻ ഡൈജഷൻ ആരംഭിക്കുന്നത് ആമാശയത്തിലാണ്. ആമാശയം ദഹനരസമായ പെപ്സിൻ ആണ് പ്രോട്ടീനെ പെപ്റ്റോണലാക്കി മാറ്റുന്നത്. ഇനി പെപ്സിൻ എങ്ങനെയായിട്ട് ഇരിക്കുന്നത്? പെപ്സിൻ ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരിക്കുന്നത്, ഇനാക്റ്റീവ് പെപ്സിനോജൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഇനാക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനോജൻ HCl സഹായത്തോടു കൂടി സക്രിയ പെപ്സിനായിട്ട് അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനായിട്ട് മാറുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ പ്രവർത്തനം നടക്കുന്നത്. അടുത്തത് ഇനി ഒരു എൻസൈം, റെനിൻ എന്നൊരു എൻസൈം ഉണ്ട്. പാലില് പ്രോട്ടീനായ കൈസിനെ അതാണ് ദഹിപ്പിക്കുന്നത്. അല്ലെങ്കിൽ പാൽ പ്രോട്ടീനായ കൈസിനെ റെനിൻ എന്ന എൻസൈമിന്റെ സഹായത്തോടു കൂടി കാൽസ്യം പാരാ കൈസിനേറ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ മറ്റൊരു പ്രോട്ടീനാണ് ഇത്, എന്താണ്, പാൽ പ്രോട്ടീനായ കൈസിൻ. ഇതിനെ എന്താക്കി മാറ്റുന്നു? കാൽഷ്യം പാരാ കൈസിനേറ്റ് ആയിട്ട് മാറ്റുന്നത് റെനിൻ എന്ന എൻസൈം ആണെന്ന് ഓർത്തു വെക്കാം. അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. ഇനി ആമാശയത്തിൽ നിന്നും ആഹാരം ഇപ്പൊ എവിടെ എത്തിക്കഴിഞ്ഞു? ചെറുകുടലിന്റെ ആ ഭാഗമായ ഡിയോഡിനത്തിൽ എത്തിച്ചേരുമ്പോൾ അതിന് ഈ ബാക്കി ദഹനം നടക്കുന്ന അവിടെയാണ്. അപ്പൊ ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ ഡൈജഷൻ ആരംഭിക്കുന്ന ആമാശയത്തിൽ നിന്നാണ്. അപ്പൊ ദഹനരസമായ പെപ്സിൻ എന്ത് പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റുന്നു. അപ്പൊ പ്രോട്ടീൻ ഡൈജഷന് ആവശ്യമുള്ള പെപ്സിൻ എന്തായിട്ടാണ് ഇരിക്കുന്നത്? ഇനാക്റ്റീവ് പെപ്സിനോജൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അത് HCl സഹായത്തോടുകൂടി ആക്റ്റീവ് പെപ്സിൻ ആയിട്ട് മാറുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് റെനിൻ എന്ന് പറയുന്ന എൻസൈമാണ് പാലിലെ പാൽ പ്രോട്ടീനായ കൈസിനെ കാൽഷ്യം പാരാ കൈസിനേറ്റ് ആയിട്ട് മാറ്റുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാം. അടുത്തത് ആമാശയത്തിൽ എത്തിക്കുന്ന ആഹാരം, അല്ലെ, ഈ പറഞ്ഞ ദഹനമൊക്കെ സംഭവിച്ചിരിക്കുന്ന ആഹാരം ഇനി എവിടെയാണ് എത്തിക്കുന്നത്? ഡിയോഡിനത്തിൽ എത്തിച്ചേരുന്നു. അപ്പൊ ആമാശയത്തിലെ ആഹാരം നമ്മൾ പറഞ്ഞു എന്താണ്, വായിൽ, ഈ പറഞ്ഞ മാംസത്തിന് ദഹനം നടക്കുന്ന വായിൽ വെച്ചാൽ എവിടെയാണ്? ആമാശയത്തിൽ വെച്ചാൽ മാംസദഹനം നടക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഡൈജഷൻ ആരംഭിക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ്. ഇനി അവിടെ നമ്മള് ഈ പറഞ്ഞു പെപ്സിനോജൻ ഇനാക്റ്റീവ് ആയിട്ടിരിക്കുന്ന പെപ്സിനോജനെ എന്താണ് ആക്റ്റീവ് ആയിട്ടുള്ള പെപ്സിനാക്കി മാറ്റുന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തത് ഇനി മനസ്സിലാക്കേണ്ടത് ആമാശയത്തിരിക്കുന്ന ആഹാരം ഡിയോഡിനിൽ എത്തിച്ചേരുമ്പോൾ, ഡിയോഡിനത്തിൽ എത്തിച്ചേരുമ്പോൾ, അതായത് ചെറുകുടലിന്റെ ഭാഗമായ ഡിയോഡിനത്തിൽ എത്തിച്ചേരുമ്പോഴത്തേക്കും അവിടെ പാൻക്രിയാസിന്റെ ദഹനരസങ്ങളായ ട്രിപ്സിനും കൈമോട്രിപ്സിനും കാണപ്പെടുന്നു. അപ്പൊ പാൻക്രിയാസിന്റെ ദഹനരസങ്ങളായ ട്രിപ്സിനും കൈമോട്രിപ്സിനും ആഹാരമായി അവിടെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആമാശയത്തിൽ നിന്നും ആഹാരം ഡിയോഡിനിൽ എത്തുമ്പോൾ പാൻക്രിയാസിന്റെ പ്രോട്ടീൻ ദഹനരസങ്ങൾ ഏതൊക്കെയാണ്? ട്രിപ്സിനും കൈമോട്രിപ്സിനും, അതുമായിട്ട് ആഹാരം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, എവിടെയാണ് പ്രോട്ടീൻ ദഹനം നടക്കുന്നത്? ആമാശയത്തിലാണ്. ആമാശയ പ്രോട്ടീൻ ദഹനം ആരംഭിക്കുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് ഈ ആഹാരം ഡിയോഡിനിൽ എത്തിച്ചേരുമ്പോൾ അവിടെ പാൻക്രിയാസിലെ പ്രോട്ടീൻ ദഹനരസങ്ങളായ ട്രിപ്സിനും കൈമോട്രിപ്സിനും ആ ആഹാരവുമായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ട്രിപ്സിൻ എന്ന് പറയുന്നത് എന്തായിട്ടിരിക്കുകയാണ്? ഇനാക്റ്റീവ് അല്ല, അല്ലെങ്കിൽ പ്രവർത്തനക്ഷമമല്ല, അത് ട്രിപ്സിനോജൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ട്രിപ്സിനോജൻ എന്ററോകൈനേസ് എൻസൈമിന്റെ സഹായത്തോടുകൂടി ട്രിപ്സിനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ട്രിപ്സിനോജൻ എന്ററോകൈനേസ് എൻസൈം സഹായത്തോടുകൂടി ട്രിപ്സിനായിട്ട് മാറുന്നു. അത് പിന്നീട് പെപ്റ്റൈഡ് ആയിട്ട് പിന്നെ പോളിപെപ്റ്റൈഡുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇവിടെ കൈമോട്രിപ്സിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ദഹന രസമുണ്ട്. ആ ട്രിപ്സിനോജൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ കൈമോട്രിപ്സിനോജൻ ട്രിപ്സിന്റെ സഹായത്തോടെ കൈമോട്രിപ്സിനായിട്ട് മാറുന്നു. അത് പിന്നീട് പെപ്റ്റൈഡുകൾ പോളിപെപ്റ്റൈഡുകളായിട്ട് മാറുമെന്ന് മനസ്സിലാക്കാം. അപ്പൊ ഒന്നുകൂടെ പറയാം, ആമാശയത്തില് ആഹാരം പ്രോട്ടീൻ ദഹനം ആരംഭിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഈ പറയുന്ന വസ്തുക്കളൊക്കെ നടന്നതിന് ശേഷം അത് എങ്ങോട്ട് വരുന്നത്? പ്രോട്ടീൻ ഡൈജഷൻ ആരംഭിച്ചത് പെപ്സിനോജനൊക്കെ എന്താണ് ആക്റ്റീവായി പെപ്സിനൊക്കെ ആയി അങ്ങനെ പ്രോട്ടീൻ ഡൈജഷൻ തുടങ്ങുന്ന സമയത്ത് ആമാശയം ഇവിടെ എത്തിക്കുകയാണ്. ആഹാരപദം അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ആമാശയത്തിലെ ആഹാരം എവിടെ എത്തിക്കുകയാണ്? ഡിയോഡിൽ എത്തിച്ചേരും. ഡിയോഡിൽ എത്തിച്ചേരുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കുന്നു? പാൻക്രിയാസിലെ പ്രോട്ടീൻ ദഹനരസങ്ങളായ ട്രിപ്സിനും കൈമോട്രിപ്സിനും ഇവിടെ ആഹാരമായിട്ട് പ്രവർത്തിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ആദ്യം ട്രിപ്സിൻ, നമ്മൾ നേരത്തെ പറഞ്ഞ ട്രിപ്സിനായിട്ടല്ലേ ഇരിക്കുന്നത്, ഇനാക്റ്റീവ് ആയിട്ടുള്ള ട്രിപ്സിനോജനായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് ആക്റ്റീവ് ആകാൻ സഹായിക്കുന്നതാണ് എന്ററോകൈനേസ് എൻസൈം. അതിന്റെ ഭാഗമായിട്ട് ട്രിപ്സിൻ ഉണ്ടാകും. അപ്പൊ ട്രിപ്സിൻ പിന്നീട് പെപ്റ്റൈഡുകൾ പിന്നെ പോളിപെപ്റ്റൈഡുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി കൈമോട്രിപ്സിനും കൈമോട്രിപ്സിനോജനായിട്ടാണ് ഇരിക്കുന്നത്, ആക്റ്റീവ് അല്ല. അപ്പൊ അതും ട്രിപ്സിന്റെ സഹായത്തോടെ കൈമോട്രിപ്സിനായിട്ട് മാറുകയാണ്. അത് പിന്നീട് പെപ്റ്റൈഡുകൾ പോളിപെപ്റ്റൈഡുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് അതിനുശേഷം പാൻക്രിയാസിൽ നിന്ന് ആഹാരം എവിടെ എത്തുകയാണ്? ചെറുകുടലിലേക്ക് എത്തുകയാണ്. അപ്പൊ ചെറുകുടലിൽ എത്തുമ്പോൾ അവിടെ ഒരു പ്രോട്ടീൻ ദഹനരസമുണ്ട്. അതിന്റെ പേരാണ് എറപ്സിൻ. അപ്പൊ പ്രോട്ടീൻ ദഹനരസം ചെറുകുടലിലുള്ളത് എറപ്സിൻ ആണ്. എറപ്സിന്റെ സഹായത്തോടു കൂടി ഈ ഉണ്ടായ പെപ്റ്റൈഡുകൾ എന്തായിട്ട് മാറുന്നു? അമിനോ അമ്ലങ്ങളായിട്ട് മാറുന്നു. അപ്പൊ പോളിപെപ്റ്റൈഡായിട്ട് ഇരിക്കുന്ന അതിന് എന്തായിട്ട് മാറുന്നു? അത് അമിനോ അമ്ലങ്ങളായിട്ട് മാറുന്നു. എന്നിട്ട് രക്തത്തിലേക്ക് അത് ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ പ്രോട്ടീൻ ദഹനം മനസ്സിലായോ? ആദ്യം മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ ദഹനം ആരംഭിക്കുന്നത് ആമാശയത്തിൽ വെച്ചാണ്. ഈ ആമാശയത്തിൽ ദഹനരസമായ പെപ്സിൻ ആണ് പ്രോട്ടീനുകളെ പെപ്റ്റോണുകളാക്കി മാറ്റുന്നത് മനസ്സിലാക്കാം. അപ്പൊ പ്രോട്ടീനെ പെപ്റ്റോൺസ് ആക്കി മാറ്റുന്നത് പെപ്സിൻ എന്തായിട്ടിരിക്കുകയാണ്? ഇനാക്റ്റീവ് ആയിട്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ആക്റ്റീവ് ആക്കാൻ സഹായിക്കുന്ന HCl ആണ്. അപ്പൊ HCl ന്റെ സഹായത്തോടു കൂടി
പെപ്സിനോജൻ എന്തായിട്ട് മാറുന്നു? പെപ്സിനായിട്ട് മാറുകയാണ്. ഇനി പെപ്സിനാണ് പ്രോട്ടീനെ പെപ്റ്റോണാക്കി മാറ്റുന്നത് മനസ്സിലാക്കുക. അടുത്തത് ഈ ആമാശയത്തിൽ തന്നെ എന്താണ് പാലിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രോട്ടീനാണ് കൈസിൻ അല്ലെ. ആ കൈസിനെ കാൽഷ്യം പാരാകൈസിനേറ്റ് ആയിട്ട് മാറ്റുന്നത് റെൻ എന്ന എൻസൈമാണ് മനസ്സിലാക്കി വെക്കുക. അടുത്ത് മനസ്സിലാക്കേണ്ടത് ആമാശയ ആഹാരത്തെ എവിടെ എത്തിക്കുകയാണ്? ഡിയോഡിൽ എത്തിച്ചേരുന്നു. ഡിയോഡിൽ എത്തിച്ചേരുമ്പോഴത്തേക്കും പാൻക്രിയാസിലെ പ്രോട്ടീൻ ദഹനരസങ്ങളാണ് ട്രിപ്സിനും കൈമോട്രിപ്സിനും ഇവയുമായിട്ട് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ട്രിപ്സിനോജൻ എന്ന ഇനാക്റ്റീവ് ഫോമിലാണ് ഇരിക്കുന്നത്. അത് എൻഡോക്രൈനസ് എൻസൈമിന്റെ സഹായത്തോടെ എന്തായിട്ട് മാറുന്നു? ട്രിപ്സിനായിട്ട് മാറുന്നു. പിന്നെ എന്താണ് പെപ്റ്റൈഡുകളായിട്ട് പിന്നെ പോളിപെപ്റ്റൈഡുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കൈമോട്രിപ്സിനോജനായിട്ടാണ് ഇരിക്കുന്നത്. കൈമോട്രിപ്സിനോജൻ ട്രിപ്സിന്റെ സഹായത്തോടെ കൈമോട്രിപ്സിനായിട്ട് മാറുന്നു. അത് പെപ്റ്റൈഡുകളും പോളിപെപ്റ്റൈഡുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി മനസ്സിലാക്കേണ്ടത് പാൻക്രിയാസ് നിന്നും ആഹാരം ചെറുകുടലിലേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ചെറുകുടലില് പ്രോട്ടീൻ ദഹനരസമായ എന്താണ് എറപ്സിൻ ഉണ്ട്. എറപ്സിൻ എന്ത് ചെയ്യുന്നു? ഈ പോളിപെപ്റ്റൈഡിനെ അമിനോ അമ്ലങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അമിനോ അമ്ലങ്ങളായതിനു ശേഷം അത് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെയാണ് പ്രോട്ടീൻ ദഹനം നടക്കുന്നത്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഡൈജഷൻ നടക്കുന്നത് ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കും. അപ്പൊ അടുത്തത് അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ. നമ്മൾ ഇനി അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് കൊഴുപ്പിന്റെ ദഹനം എങ്ങനെയാണ് സംഭവിക്കുന്നത് നോക്കാം. അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് കൊഴുപ്പിന്റെ ദഹനമാണ്. അപ്പൊ കൊഴുപ്പിന്റെ ദഹനം എങ്ങനെ സംഭവിക്കുന്നു? അതായത് കൊഴുപ്പിന്റെ ദഹന പ്രക്രിയ പറയുകയാണെങ്കിൽ വായിൽ നിന്നും ആമാശയത്തിന് ആഹാരത്തിലെ കൊഴുപ്പിന്, അപ്പൊ വായിൽ നിന്നും എന്താണ് ആഹാരം എവിടെ എത്തിക്കഴിഞ്ഞു? ആമാശയത്തിക്കുന്നു. ആമാശയത്തിക്കുന്ന ആഹാരത്തിലെ കൊഴുപ്പിനെ ആമാശയ രസത്തിലെ ലിപ്പേസ് അല്ലെ, ആമാശയ രസത്തിൽ എന്തുണ്ട്? ലിപ്പേസ് ഉണ്ട്. ആ ലിപ്പേസ് കൊഴുപ്പിനെ കൊഴുപ്പമ്ലം ഫാറ്റി ആസിഡ് ഗ്ലിസറോളുമായിട്ട് വിഘടിക്കുന്നു. അപ്പൊ എന്താണ്? വായിൽ നിന്നും ആമാശയത്തിൽ എത്തുന്ന ആഹാരത്തിലെ കൊഴുപ്പിനെ ആമാശയ രസത്തിലെ ലിപ്പേസ് എൻസൈം എന്ത് ചെയ്യുന്നു? കൊഴുപ്പമ്ലവും ഗ്ലിസറോളുമായിട്ട് മാറ്റുന്നു. ഇനി ആമാശയ രസത്തിലെ ലിപ്പേസിന്റെ പ്രവർത്തനം വളരെ ചെറിയ തോതിലാണ് നടക്കുന്നത്. അതിന് മാത്രമല്ല ഇപ്പൊ കൊഴുപ്പ് അതിൽ ആ ആഹാരത്തിലൂടെ എത്തിക്കുന്ന കൊഴുപ്പ് തന്മാത്രകൾ വളരെ വലിയതാണെങ്കിൽ അത് ഈ പറയുന്ന ആമാശയത്തിന് ഉത്പാദിപ്പിക്കുന്ന ലിപ്പേസ് എൻസൈമിനെ കൊണ്ട് എന്താണ് അതിനെ വിഘടിപ്പിക്കാൻ സാധിക്കില്ല. അതായത് ആമാശയത്തിൽ നിന്നും ഉത്പാദിപ്പിക്കപ്പെടുന്ന ദഹനരസമായ ലിപ്പേസ് എൻസൈമിന്റെ അളവ് വളരെ കുറവാണ്. അതുപോലെ തന്നെ അതിനാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? വലിയ തോതിലാണ് കൊഴുപ്പ് തന്മാത്ര ഉണ്ടെങ്കിൽ അതിനെ ആമാശയത്തിലെ ലിപ്പേസ് എൻസൈമിനെ എന്താണ് അതിന്റെ ദഹനത്തിന് സഹായിക്കാൻ സാധിക്കില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ആമാശയത്തിന് ആഹാരം എവിടെ എത്തുന്നു? ഡിയോഡിനത്തേക്ക് എത്തിച്ചേരുന്നു. അപ്പൊ ഡിയോഡിൽ എത്തിച്ചേരുമ്പോഴത്തേക്കും പിത്താശയത്തിലെ പിത്തരസം എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പാൻക്രിയാസ് അതിന്റെ ആഗ്നേയ ഗ്രന്ഥിയുടെ ദഹനരസമായ ലിപ്പേസിനെ ഉത്പാദിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനം കൂട്ടുന്നതിന് സഹായിക്കുകയും കൂടി ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് വായിൽ നിന്നും ആമാശയത്തിലെത്തുന്ന ആഹാരത്തിലെ കൊഴുപ്പിനെ ആമാശയത്തിലെ ലിപ്പേസ് എൻസൈം കൊഴുപ്പമ്ലവും ഗ്ലിസറോളുമാക്കി മാറ്റുന്നു. ഇനി ആമാശയത്തിലെ ലിപ്പേസിന്റെ പ്രവർത്തനം, ആമാശയരസത്തിലെ ലിപ്പേസ് ഉണ്ടടങ്ങിയിട്ടുള്ള അതിന്റെ പ്രവർത്തനം വളരെ ചെറിയ തോതിൽ മാത്രമേ നടക്കുന്നുള്ളൂ. കാരണം വലിപ്പം കൂടിയ കൊഴുപ്പ് തന്മാത്രകളെ ലിപ്പേസ് എൻസൈമിന് ശരിയായ അവയിൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല. മാത്രമല്ല ആമാശയരസത്തിലെ ലിപ്പേസിന്റെ അളവും വളരെ കുറവാണ്. അപ്പൊ അവിടെ ദഹനം ആരംഭിക്കുന്നുവെങ്കിലും അവിടെ പൂർണ്ണമായിട്ട് കൊഴുപ്പിന്റെ ദഹനം അവിടെ നടക്കുന്നില്ല. പിന്നെ ഈ ആഹാരം എവിടെ എത്തുന്നു? ഡിയോഡിനത്തിൽ എത്തിച്ചേരുമ്പോൾ ഈ പിത്താശയത്തിലെ പിത്തരസം ഈ കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ പാൻക്രിയാസ് എന്ന ദഹനരസമാണ് ഏത്? ഈ പറയുന്ന ലിപ്പേസ് ദഹനരസം ഉത്പാദിപ്പിക്കുന്നുണ്ട്. പാൻക്രിയാസിലെ ഈ അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയിലെ ആഗ്നേയരസങ്ങളായ ലിപ്പേസ് കൊഴുപ്പിന്റെ ദഹനത്തിന് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ പാൻക്രിയാസിലെ ലിപ്പേസിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നു. ഇനി അതുപോലെ തന്നെ പാൻക്രിയാസ് ലിപ്പേസിന്റെ കൊഴുപ്പമ്ലം ഗ്ലിസറോളുമായി മാറ്റുകയും ചെയ്യുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് ഡിയോഡിനെ വെച്ച് കൊഴുപ്പിന്റെ ദഹനം ഏകദേശം പൂർത്തിയാകുന്നു. ബാക്കി ദഹിക്കാതെ വരുന്ന കൊഴുപ്പ് എവിടെ എത്തുന്നു? ചെറുകുടലിൽ എത്തുന്നു. അങ്ങനെ ചെറുകുടലിൽ വെച്ച് എന്ത് സംഭവിക്കുന്നു? ലിപ്പേസ് എൻസൈം പ്രവർത്തിച്ച് കൊഴുപ്പമ്ലവും ഗ്ലിസറോളുമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ചെറുകുടലിൽ എത്തുന്ന കൊഴുപ്പ് വിവിധ ഘടകങ്ങളായിട്ട് മാറി എവിടെ വില്ലസിലെ ലാക്റ്റിയിലേക്ക് ആഗമനം ചെയ്യപ്പെടുകയും ചെയ്യാന്ന് മനസ്സിലാക്കുക. അപ്പൊ ചെറുകുടലിലും എന്ത് സംഭവിക്കുന്നുണ്ട്? കൊഴുപ്പിന്റെ ദഹനം നടക്കുന്നുണ്ട്. അത് ബാക്കി വന്ന ദഹനമാണ് എവിടെ പൂർത്തിയാകുന്ന? ചെറുകുടലില് നടക്കുന്നത്. അവിടെ ലിപ്പേസ് എൻസൈം പ്രവർത്തിച്ച് എന്ത് ചെയ്യുന്നത്? കൊഴുപ്പമ്ലവും ഗ്ലിസറോളുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. കൊഴുപ്പിന്റെ ദഹനം എന്ന് പറയുന്നത് വായിൽ നിന്നും ആമാശയത്തിൽ നിന്ന് ആഹാരത്തില് കൊഴുപ്പിന്റെ ദഹനം എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആമാശയം എന്ത് ഉത്പാദിപ്പിക്കുന്നു? ആമാശയ രസം ഉത്പാദിപ്പിക്കുന്നു. അപ്പൊ ആമാശയ രസത്തിലെ ലിപ്പേസ് ആഹാരത്തിലെ കൊഴുപ്പിനെ കൊഴുപ്പമ്ലവും ഗ്ലിസറോളുമായിട്ട് വിഘടിക്കുന്നു. ഇനി മനസ്സിലാക്കേണ്ടത് ആമാശയ രസത്തിലെ ലിപ്പേസിന്റെ അളവ് വളരെ കുറഞ്ഞ തോതിലേ ഉള്ളൂ. മാത്രമല്ല വലിയ കൊഴുപ്പ് തന്മാത്രകളാണെങ്കിൽ അവയിൽ പ്രവർത്തിക്കാൻ ഈ ആമാശയത്തിലെ ലിപ്പേസിനെ കൊണ്ട് മാത്രം സാധിക്കില്ല.
അതുകൊണ്ട് ആഹാരം പിന്നീട് എവിടെ എത്തുന്ന ഡിയോളിൽ എത്തിച്ചേരുമ്പോൾ ഈ പറയുന്ന പിത്താശയത്തിലെ പിത്തരസം കൊഴുപ്പിനെ ദഹിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അതെങ്ങനെയാണ്? ആഗ്നേയഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ലിപ്പേസിന്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്നതാണ് പിത്താശയത്തിലെ പിത്തരസമാണ്. ഇനി മനസ്സിലാക്കേണ്ടത്, ആഗ്നേയഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന ലിപ്പേസ് പ്രവർത്തിച്ച് കൊഴുപ്പിനെ ഫാറ്റി ആസിഡ് ഗ്ലിസറോളും അല്ലെങ്കിൽ കൊഴുപ്പ് അമ്ലവും ഗ്ലിസറോളുമായിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ബാക്കി അതായത് അപ്പൊ ഏകദേശം പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം ദഹനം, കൊഴുപ്പിന്റെ ദഹനം എവിടെ നടക്കുന്നുണ്ട്? ഈ പറയുന്ന എന്താണ് ആഗ്നേയഗ്രന്ഥിയുടെ അവിടെ നടക്കുന്നുണ്ട്. എന്നെങ്കിൽ പോലും ബാക്കി കുറച്ച് കൊഴുപ്പ് ദഹിക്കാനുണ്ടെങ്കിൽ അത് എവിടെ എത്തിച്ചേരിക്കണം? ചെറുകുഴലിൽ എത്തിച്ചേരണം. അപ്പൊ ചെറുകുഴലിൽ എത്തിച്ചേരുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ ഈ ലിപ്പേസ് എൻസൈമിന്റെ സഹായത്തോടു കൂടി ലിപ്പേസ് എന്ന് പറയുന്ന ദഹനരസത്തിന്റെ സഹായത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഈ കൊഴുപ്പ് ഫാറ്റി ആസിഡ് ഗ്ലിസറോളുമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഫാറ്റി ആസിഡ് ഗ്ലിസറോളുമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ കൊഴുപ്പ് അമ്ല ഗ്ലിസറോളുമായിട്ട് മാറുന്നു. അത് അവസാനം ബാക്കി മിച്ച കുറച്ചെങ്കിലും കൊഴുപ്പ് ദഹിക്കാതെ വരികയാണെങ്കിൽ ആ ദഹനമാണ് എവിടെ നടക്കുന്നത്? ചെറുകുടലിൽ നടക്കുന്നത് മനസ്സിലാക്കാം. ഇനി അതിനുശേഷം ഈ പറയുന്ന ആഗിരണം ചെയ്ത് ഈ പറയുന്ന ദഹനം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഈ ആഹാര പദാർത്ഥങ്ങൾ വില്ലസിലെ ലാക്റ്റിയിലാണ് ആഗിരണം ചെയ്യപ്പെടുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പൊ കൊഴുപ്പിന്റെ ദഹനം ആരംഭിച്ചു കഴിഞ്ഞു കൊഴുപ്പ് ദഹിച്ച ഘടകങ്ങൾ എവിടെയാണ് ആഗിരണം ചെയ്യപ്പെടുന്നത്? വില്ലസിലെ ലാക്റ്റിയിലാണ് ആഗിരണം ചെയ്യപ്പെടുന്നത് ഓർത്തു വയ്ക്കുക. അപ്പൊ അതാണ് കൊഴുപ്പിന്റെ ദഹനത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അപ്പൊ കൊഴുപ്പിന്റെ ദഹനം അത്രയേ ഉള്ളൂ. ഇനി മനസ്സിലാക്കേണ്ടത്, നമ്മൾ പറഞ്ഞു ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കുന്നു അല്ലെങ്കിൽ അതിന്റെ അളവ് കുറയ്ക്കുകയും കൂട്ടുകയൊക്കെ ചെയ്യുന്നത് പലതിന്റെയും നിയന്ത്രണത്തിലാണ് അല്ലെ. അപ്പൊ ദഹനരസങ്ങൾ നമ്മൾ ന്യൂറൽ ആൻഡ് എന്താണ് ഹോർമോണൽ കൺട്രോൾ ഓഫ് ഡൈജഷൻ, അത് നമുക്ക് പഠിക്കേണ്ട പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ അവിടെ ന്യൂറൽ ഹോർമോണൽ കൺട്രോൾ ഓഫ് ഡൈജഷൻ എന്താണെന്ന് മനസ്സിലാക്കിക്കോ. അപ്പൊ ന്യൂറൽ ആൻഡ് ഹോർമോണൽ കൺട്രോൾ ഓഫ് ഡൈജഷൻ നമ്മൾ ടോപ്പിക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണിത്. അപ്പൊ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദഹനരസങ്ങളുടെ നിയന്ത്രണം എങ്ങനെ സാധ്യമാകുന്നു? അതായത് അന്നനാളത്തിലെ ദഹനരസങ്ങൾ സ്രവിക്കൽ, അതുപോലെ അത് അന്നനാളത്തിലെ ദഹനരസങ്ങൾ സ്രവിക്കുന്നില്ല. അപ്പൊ ആ സ്രവിക്കുന്ന ദഹനരസങ്ങൾ അതിന്റെ ആ സ്രവിക്കല് നാഡിയവും ഹോർമോണിയവുമായ പ്രവർത്തനങ്ങളാൽ നിയന്ത്രിതമാണ്. അതായത് ഈ അന്നനാളത്തിലെ ദഹനരസങ്ങൾ സ്രവിക്കുന്നത് ഏതിന്റെ നിയന്ത്രണത്തിലാണ്? നാഡീയമായിട്ട് നിയന്ത്രണം, അതുപോലെ ഹോർമോണിലായിട്ട് നിയന്ത്രണവും ഉണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പൊ അന്നനാളത്തിൽ ദഹനരസങ്ങൾ സ്രവിക്കൽ നാഡിയവും ഹോർമോണിയുമായ പ്രവർത്തനങ്ങളാണ് നിയന്ത്രിക്കുന്നത്. അപ്പൊ നാഡിയവും ഹോർമോണിയും പ്രവർത്തനങ്ങളാണ് എന്തിനെ നിയന്ത്രിക്കുന്നത്? അന്നനാളത്തിൽ ദഹനരസങ്ങൾ സ്രവിക്കുന്നതിനെ നിയന്ത്രിക്കുന്നത്. അപ്പൊ അവിടെ നാഡീയ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു ആശ്രിത നിയന്ത്രണമാണ്, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ റിഫ്ലക്സ് ആണ്. നാഡീയ നിയന്ത്രണം എന്ന് പറയുന്നത് ആശ്രിത നിയന്ത്രണമാണ്, അല്ലെങ്കിൽ കണ്ടീഷൻ റിഫ്ലക്സ് ആണ്. അതായത് ഭക്ഷണത്തിന്റെ മണം, അതുപോലെ തന്നെ സാന്നിധ്യം അല്ലെങ്കിൽ ചിന്ത എന്നിവ ഏത് നാഡിയെ ഉത്തേജിപ്പിക്കുന്നു? വാഗസ് നാഡിയെ ഉത്തേജിപ്പിക്കുന്നു. അങ്ങനെ വാഗസ് നാഡി ഉത്തേജിച്ചതിന്റെ ഫലമായിട്ടാണ് ദഹനരസങ്ങൾ സ്രവിക്കുന്നതെന്ന് പുറപ്പെടുവിക്കുന്നതിന് കാരണമാകുന്നു മനസ്സിലാക്കി വയ്ക്കുക. മനസ്സിലായോ? അപ്പൊ അന്നനാളത്തിൽ ദഹനരസങ്ങൾ സ്രവിക്കുന്നത് നാഡീയോ ഹോർമോണിയോ പ്രവർത്തനം നിയന്ത്രിതമാണെന്ന് മനസ്സിലാക്കുക. അതില് നാഡീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ആശ്രിത പ്രവർത്തനമാണ്, കണ്ടീഷൻ റിഫ്ലക്സ് ആണ്. അതായത് ഭക്ഷണത്തിന്റെ സാന്നിധ്യം, മണം, അതുപോലെ ചിന്ത എന്നിവയെ വാഗസ് നാഡി ഉത്തേജിപ്പിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ദഹനരസങ്ങൾ പുറപ്പെടുവിക്കുന്നത് മനസ്സിലാക്കാം. ഇതുപോലെ തന്നെ അന്നനാളത്തിൽ പുറപ്പെടുവിക്കുന്ന ദഹനരസങ്ങൾ ഹോർമോണിന്റെ നിയന്ത്രണത്തിൽ കൂടെയാണ് മനസ്സിലാക്കുക. അപ്പൊ എങ്ങനെയാണ് ഹോർമോണുകൾ അന്നനാളത്തിൽ പുറപ്പെടുവിക്കുന്ന ദഹനരസങ്ങൾ സ്രവിക്കൽ നിയന്ത്രിക്കുന്നത് നോക്കാം. ഹോർമോൺ ദഹനരസങ്ങളുടെ സ്രവിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോണുകളാണ്. അത് ഏത് ഹോർമോണൊക്കെ നിയന്ത്രിക്കണം നോക്കാം. ആദ്യമായിട്ട് ഗ്യാസ്ട്രിൻ എന്ന ഹോർമോൺ ആമാശയ ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിനെ സഹായിക്കുന്നു. അപ്പൊ ആമാശയ ദഹനരസങ്ങൾ സ്രവിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഗ്യാസ്ട്രിൻ ആണെന്ന് ഓർത്തു വയ്ക്കാം. ഈ സെക്രീറ്റിൻ എന്ന് പറയുന്ന ഹോർമോൺ പാൻക്രിയാസിൽ ഉത്പാദിപ്പിക്കുന്ന എൻസൈമുകളെ പാൻക്രിയാസ് ഉത്പാദിപ്പിക്കുന്ന എൻസൈമുകൾ ആഗ്നേയഗ്രന്ഥി ഉത്പാദിപ്പിക്കുന്ന എൻസൈമുകളെ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു. അപ്പം സെക്രീറ്റിൻ എൻസൈം എന്തിനു സഹായിക്കുന്നു? സെക്രീറ്റിൻ എന്ന ഹോർമോൺ ആണ്. സെക്രീറ്റിൻ ഹോർമോൺ ആഗ്നേയഗ്രന്ഥിയുടെ എൻസൈമുകളെ ഉത്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അപ്പൊ ആമാശയ ദഹനരസം ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഗ്യാസ്ട്രിൻ, ഇനി ആഗ്നേയഗ്രന്ഥിയുടെ ദഹനരസം ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് സെക്രീറ്റിൻ ആണെന്ന് മനസ്സിലാക്കുക. ഇനി പാൻക്രിയോസൈമിൻ പേരിൽ നിന്ന് മനസ്സിലാക്കിയോ, പാൻക്രിയാസിലെ അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥിയിലെ ദഹനരസങ്ങളുടെ ഒഴുക്കിനെ സഹായിക്കുന്നതാണ് പാൻക്രിയോസൈമിൻ എന്ന ഹോർമോൺ. അപ്പൊ പാൻക്രിയോസൈമിൻ എന്ന ഹോർമോൺ പാൻക്രിയാറ്റിക് ദഹനരസത്തിന്റെ ഒഴുക്കിനെ സഹായിക്കുന്നു, അല്ലെങ്കിൽ ആഗ്നേയഗ്രന്ഥിയുടെ ദഹനരസത്തിന്റെ ഒഴുക്കിനെ സഹായിക്കുന്നു. അടുത്തത് പോളിസൈറ്റോകൈൻ എന്ന് പറയുന്നത് പിത്താശയത്തിലെ പിത്തരസത്തിന്റെ ഒഴുക്കിനെ സഹായിക്കുന്ന ഹോർമോണ് പോളിസൈറ്റോകൈനിൻ. അടുത്ത എൻഡറോഗ്യാസ്ട്രോൺ എന്ന് പറയുന്നത് ദഹനരസം നിർത്താൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് എൻഡറോഗ്യാസ്ട്രോൺ. അപ്പൊ ഒന്നുകൂടെ പറയാം. നമ്മൾ പറഞ്ഞു
ദഹനം അല്ലെങ്കിൽ ദഹനരസങ്ങൾ സ്രവിക്കുന്നത് ആരുടെയൊക്കെ എന്താണ് ഹോർമോണിന്റെ അതുപോലെ തന്നെ നാടീയ നിയന്ത്രണത്തിലുമാണ്. അപ്പൊ നാഡികളുടെയും അതുപോലെ ഹോർമോണിന്റെ നിയന്ത്രണത്തിൽ നടക്കുന്ന പ്രവർത്തനമാണ് ദഹനരസങ്ങൾ സ്രവിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അന്നനാളത്തിൽ ദഹനരസങ്ങൾ സ്രവിക്കുക എന്ന് പറയുന്നത് എന്താണ് നാഡിയോ ഹോർമോണിയുമായ പ്രവർത്തനത്തെ നിയന്ത്രണത്തിലാണ് മനസ്സിലാക്കുക. അതിൽ നമ്മൾ പറഞ്ഞ നാടീയ നിയന്ത്രണം എന്ന് പറയുന്നത് ഒരു കണ്ടീഷൻ റിഫ്ലെക്സ് അല്ലെങ്കിൽ ആശ്രയ നിയന്ത്രണമാണ്. അവിടെ ആഹാരത്തിന്റെ മണം അതുപോലെ സാന്നിധ്യം ചിന്ത എന്നിവ ഏത് നാഡികളെ വാഗസ് നാഡികളെ ഉത്തേജിപ്പിക്കുന്നു. അതിന്റെ ഫലമായിട്ടാണ് ദഹനരസങ്ങൾ സ്രവിക്കുന്നത് മനസ്സിലാക്കുക. ഇനി ഇവിടെ ഹോർമോണുകളെ കുറിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ ഗ്യാസ്ട്രിനുള്ള ഹോർമോൺ ആമാശയ ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. അടുത്ത സെക്രീറ്റുള്ള ഹോർമോൺ പാൻക്രിയാസ് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയിലെ ദഹനരസങ്ങൾ ഉത്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. പിന്നെ പാൻക്രിയോസൈമിനെ ആകട്ടെ പാൻക്രിയാറ്റിക് അല്ലെങ്കിൽ ആഗ്നേയ ഗ്രന്ഥിയുടെ തന്നെ ദഹനരസത്തിന്റെ ഒഴുക്കിനെയാണ് സഹായിക്കുന്നത്. അതുപോലെ പോളിസൈറ്റോകൈനിൻ പിത്താശയ ഉത്പാദനത്തിന് പിത്തരസത്തിന്റെ ഒഴുക്കിനെ സഹായിക്കുന്നു. അതുപോലെ എൻഡറോഗ്യാസ്ട്രോ എന്ന് പറയുന്ന ദഹനരസങ്ങളെ നിർത്താൻ സഹായിക്കുന്ന ഹോർമോണാണ് എൻഡറോഗ്യാസ്ട്രോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ നാഡിയും ഹോർമോണിയുമായ ദഹനരസങ്ങളുടെ ആ ഒരു നിയന്ത്രണത്തെ കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത്രയാണ് എങ്ങനെയാണ് ദഹനരസങ്ങൾ നാഡിയവും ഹോർമോണിയുമായ നിയന്ത്രണത്തിൽ ഏർപ്പെടുന്നതെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അത് പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. ഇത് ക്ലിയർ ആയി വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും കൊണ്ട് നമ്മുടെ പോർഷൻസ് ഈ ഒരു ഡൈജഷന്റെ ടോപ്പിക്ക് നമുക്ക് എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് അടുത്ത വേണ്ടതെന്ന് കമന്റ് ചെയ്യാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. Bye from me. Thank you.